ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഫ്രീക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യെസ്, നിങ്ങൾ വിചാരിക്കേണ്ടാവും പിന്നെ എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രീക്കാവാന്ന് വിചാരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിക്കുന്ന, നിങ്ങൾ ഡാൻസ് കളിക്കുന്ന, പാട്ട് പാടുന്ന ഒരു ന്യൂ ജനറേഷൻ വിശുദ്ധരെയാണ് ഇന്നത്തെ സഭയ്ക്ക് ആവശ്യം. ഈ വാക്കുകളെ ശരിവെക്കുന്ന രീതിയിൽ ഒരു ന്യൂ ജനറേഷൻ 21ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഫ്രീക്ക് പയ്യൻ അതെ വിശുദ്ധനാവാൻ പോവാണ്. നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, കാർലോ അക്വിറ്റസ്. വർഷങ്ങൾക്ക് മുമ്പ് 1991 ഇറ്റലിയിലെ ജനിച്ച വിശുദ്ധൻ. കാർലോയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, പല വിശുദ്ധരുണ്ട്. അവർ മാതാപിതാക്കളെ മാതൃകയാക്കിയിട്ടാണ് പലപ്പോഴും അവരുടെ വിശുദ്ധിയിലേക്കൊക്കെ അല്ലെങ്കിൽ ദൈവത്തിലേക്കൊക്കെ വരുന്നത്. പക്ഷേ ചെറുപ്പത്തിലെ കാർലോ മാതാപിതാക്കളോട് പറയാണ്, ഇവിടെ ഞാൻ ദേവാലയം കാണുന്ന സമയത്ത് കാർലോ പറയാണ്, നമ്മൾ ഈ ദേവാലയം വിട്ട് പോകുമ്പോൾ അസക്രാരിയിൽ ഈശോ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഞാൻ പോയിട്ട് ആരാധിച്ചിട്ട് തിരിച്ചു വരാം. അങ്ങനെ പലപ്പോഴും ആ സക്രാരിയിലേക്ക് പോയിട്ട് ചെറുപ്പം മുതൽ തന്നെ ആ ദിവ്യകാരുണ്യത്തോടും അതുപോലെ പരിശുദ്ധ അമ്മയോടുമുള്ള സ്നേഹത്തിൽ വളർന്ന ഒരു ഫ്രീക്ക് പയ്യനായിരുന്നു കാർലോ അക്വിറ്റസ്. അതെ, ഫുട്ബോൾ കളിക്കുന്ന, ടീഷർട്ട് ധരിക്കുന്ന, ഷോർട്സ് ധരിക്കുന്ന, എന്താ പറയുക, ഒരു 9ാമത്തെ വയസ്സൊക്കെ ആവുന്ന സമയത്ത് കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള ഒരു IT പ്രൊഫഷണലൊക്കെ പോലെ C+, അതുപോലെ തന്നെ ജാവ, ഇതിലൊക്കെ അതീവ നൈപുണ്യമുണ്ടായിരുന്ന ഒരു വിശുദ്ധൻ. അതെ, ആ പയ്യൻ വിശുദ്ധനാവാനായിട്ട് പോവുകയാണ്. നമുക്ക് അല്ലെങ്കിൽ യുവജനം എന്ന് പറയുന്ന, യുവാവ് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ചലഞ്ച് തന്നെയാണ് ഈ വിശുദ്ധൻ. പാവങ്ങളോട്, ദരിദ്രരോട് അനുകമ്പയുണ്ടായിരുന്ന ഒരു വിശുദ്ധൻ. തണുപ്പിൻ്റെ ആ ഒരു കാഠിന്യത്തിലെ ഒരുപാട് പേരെ വേണ്ടത്ര ഡ്രസ്സില്ലാതെ അല്ലെങ്കിൽ ആ തണുപ്പത് വിറച്ചിരിക്കുന്ന കാണുമ്പോൾ കാർലോ പോയിട്ട് താൻ മാറ്റി വെച്ചിരിക്കുന്ന പൈസ കൊണ്ട് ബെഡ് മേടിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് ദരിദ്രർക്ക് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ആ ദിവ്യകാരുണ്യത്തോടുള്ള ആ ഭക്തി മനസ്സിലാക്കി 6ാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി. അതിനുശേഷം കാർലോയ്ക്ക് ദിവ്യകാരുണ്യ ഈശോയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് നിറഞ്ഞു. ആ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം ഒരു ദിവസം പോലും ഈ കൊച്ചു കാർലോ കുർബാന മുടങ്ങിയിട്ടില്ല. കുർബാനയോട് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്ന ഒരു വിശുദ്ധൻ. വിശുദ്ധന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യൂക്കറിസ്റ്റ് ഈസ് ദ ഹൈവേ ടു ഹെവൻ. ഹെവനിലേക്ക് പോകാൻ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഹൈവേ ആണ് ഈ വിശുദ്ധ കുർബാന. അതുപോലെ വിശുദ്ധൻ എഴുതി വയ്ക്കുകയാണ്, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നീ ഇരുന്ന് കഴിഞ്ഞാൽ നീ വിശുദ്ധനായിട്ട് മാറുമെന്ന്. നമുക്കറിയാം, ബലൂണിൽ നമ്മൾ ഗ്യാസ് എന്തെങ്കിലും നിറച്ചാൽ മാത്രമാണ് ആ ബലൂൺ അത് ശരിക്കും അതിൻ്റെ ജീവനുള്ള അല്ലെങ്കിൽ ആ ഒരു ബലൂണിൻ്റെതായ ഇതിലേക്ക് വരുള്ളൂ എന്ന് പറയുന്ന പോലെ വിശുദ്ധം പറയുന്ന കാര്യമാണ്. ഇതുപോലെ ഈ ബലൂണിൽ നിറയ്ക്കുന്ന ഗ്യാസാണ് കൂദാശകളിലൂടെ നമുക്ക് കിട്ടുന്ന കൃപ. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ നേരെ കുംഭസാരത്തിലേക്ക് പോയി ആ പാപം കഴുകിക്കളഞ്ഞിരുന്ന വിശുദ്ധൻ, എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്ന വിശുദ്ധൻ. അങ്ങനെ ആ ഒരു പ്രായത്തിൽ മറ്റുള്ളവരുടെ കൂടെ കളിക്കുമ്പോഴും മറ്റുള്ളവരോട് തമാശ പറയുന്ന ആ വിശുദ്ധൻ, ആ സമയത്തും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ വിശുദ്ധൻ ഒരു വെബ്സൈറ്റ് തുടങ്ങി. 136ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എല്ലാം ശേഖരിച്ച് ഒരു വെബ്സൈറ്റ് തുടങ്ങി. യൂക്കറിസ്റ്റിക് മിറാക്കിൾസ് ഇൻ ദിസ് വേൾഡ് എന്ന് പറയുന്ന വെബ്സൈറ്റൊക്കെ തുടങ്ങി അനേകരിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ദിവ്യകാരുണ്യം അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്ത് ഒരു വെബ്സൈറ്റ് തുടങ്ങി. ഇവിടെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വലയത്തിലേക്ക് പോയി നാശത്തിലേക്ക്, പാപത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന തലമുറയോട് കാർലോ അക്വിറ്റസ് വിളിച്ചു പറയാണ്, ആധുനിക സുവിശേഷവൽക്കരണത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥനായ കാർലോ പറയുകയാണ്, ഇതേ മാധ്യമങ്ങൾ ഉപയോഗിച്ച്, ഇതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് യേശുവിനെ പകർന്നു കൊടുക്കാൻ
നിനക്ക് സാധിക്കുമോ? അതാണ് കാർലോ നമ്മളോട് ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുതങ്ങൾ അടങ്ങുന്ന വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലുക്കീമിയ എന്ന് പറയുന്ന മാരക രോഗത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ സഹനങ്ങളിലേക്ക് വിശുദ്ധൻ കടക്കുകയാണ്. ആ സമയത്ത് കൊച്ചു കാർലോ ഇത്രയും സഹനങ്ങൾ വരുന്ന സമയത്ത് ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിന്നു. ആ വിശുദ്ധന്റെ കുരിഷ്ടപ്പെട്ട വിശുദ്ധനായിരുന്നു വിശുദ്ധ യോഹന്നാൻ. കുരിശിന്റെ സമയത്ത്, കുരിശിലെ ഈശോ കിടന്ന് സഹനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ കുരിശിന്റെ താഴെ ഈശോയുടെ വക്ഷസോട് ചേർന്ന് കിടന്നതുപോലെ സഹനങ്ങളുടെ തീരാ നോവിന്റെ സമയത്ത് ആ ഈശോയുടെ കുരിശിന്റെ കീഴിൽ അവിടെ കാർലോ അക്വിറ്റസിനെ കാണാൻ പറ്റും. കാർലോ നമുക്ക് പറയും, ഇത്രയും സഹനങ്ങളുടെ നടുവിൽ എങ്ങനെയാണ് നിനക്ക് സഹിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ കാർലോ പറയാണ്, ക്രൂശിതനായ ഈശോ എന്നെ കാണുന്നു, ഞാൻ ക്രൂശിതനായ ഈശോയെ കാണുന്നു. എത്ര സഹനങ്ങളിലൂടെയാണ് കാർലോ കടന്നുപോയത്. രോഗത്തിൻ്റെതായ രോഗമൂർച്ഛിച്ച അവസ്ഥകൾ ഈ സമയത്തൊക്കെ ഈശോയോട് ചേർന്ന് നിന്നു. അതുമാത്രമല്ല, ഈ സഹനങ്ങളൊക്കെ തിരുസഭയ്ക്ക് വേണ്ടിയും പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വിശുദ്ധൻ കാഴ്ചവെച്ചു. നമ്മളോട് പറയാണ്, നമ്മുടെ ലൈഫിലെ സഹനങ്ങളുണ്ടാവും, ദൈവത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷേ കർത്താവിനോട് ചേർന്ന് നിന്നാൽ അതാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി. ഈ സഹനങ്ങളാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള കുറുക്ക് വഴിയെന്ന് ഈ കാർലോ അക്വിറ്റസിന് അറിയായിരുന്നു. വിശുദ്ധ കാർലോ പറയാണ്, ഈ പർവ്വതങ്ങൾ കീഴടക്കിയാലും, ഈ 1000 യുദ്ധം ജയിച്ചാലും പ്രലോഭനങ്ങളെ ജയിക്കാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ നീ പരാജയപ്പെട്ടവനായിരിക്കുന്നു പറയാണ്. നമ്മുടെ ലൈഫിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഈ ചെറിയ പ്രായത്തിൽ വെറും 15 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്ന തിരുവചനം ജീവിതത്തിലെ പ്രാവർത്തികമാക്കിയ വിശുദ്ധൻ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ കാർലോ അക്വിറ്റസിന്റെ ബോഡി ഇന്നും അഴുകാതെ ഇരിക്കുന്നുണ്ട്. വിശുദ്ധിക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ദൈവം ആ വിശുദ്ധനിലൂടെ ഇന്നും ലോകത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ന്യൂ ജനറേഷൻ വിശുദ്ധൻ. എനിക്കും നിനക്കും വിശുദ്ധനാവാം. കൂളിംഗ് ഗ്ലാസ് ധരിക്കുന്ന, ടീഷർട്ട് ധരിക്കുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ വിശുദ്ധൻ നമുക്കായാലോ? ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.